നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ച ഒരു ചെറിയൊരു കുറിപ്പാണ്. ഒരു വിദ്യാലയത്തിന്റെ മാനേജർ ആ സ്ഥാപനം 50 വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയത്ത് നൽകുന്ന ഒരു സന്ദേശം. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ കുറിപ്പ് പോലെ തോന്നാം. പക്ഷേ ഒരു സ്ഥാപനത്തിന്റെ 50 വർഷത്തെ ആത്മാവ് ഇതിലുണ്ടോ? ഒരു സമൂഹത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളുടെ കഥ പറയാൻ ഈ ഒരൊറ്റ രേഖയ്ക്ക് കഴിയുമോ? ഇതാണ് നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നാം മുന്നോട്ട് എന്ന തലക്കെട്ടിലാണ് ഈ കുറിപ്പ്. ഇതിൽ ഒരേ സമയം ഭൂതകാലത്തെക്കുറിച്ചുള്ള അഭിമാനവും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പാരമ്പര്യം എങ്ങനെയാണ് അതിന്റെ ഭാവിക്കുള്ള ഒരു ഇന്ധനമായിട്ട് മാറുന്നത്? അവരെങ്ങനെയാണ് വിജയത്തെ നിർവചിക്കുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ഈ സന്ദേശം തുടങ്ങുന്നത് തന്നെ ഒരു ഒരു ഇരട്ടി മധുരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലേ. ഒന്ന്, വിദ്യാലയം 50 വർഷം പൂർത്തിയാക്കുന്നു, ആ ഒരു സുവർണ ജൂബിലി ആഘോഷം. രണ്ട്, അവരുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്ന പുതിയ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമായി. അപ്പോൾ ഒരേ സമയം ഭൂതകാലത്തെയും ഭാവിയെയും ആഘോഷിക്കുകയാണ്. പക്ഷെ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. പലപ്പോഴും സ്ഥാപനങ്ങൾ ഈ പഴയകാല നേട്ടങ്ങളിൽ ഒരുപാട് ഊന്നുമ്പോൾ അത് മുന്നോട്ടുള്ള വളർച്ചയ്ക്കൊരു ഭാരമായി മാറാറില്ലേ? ആ ഒരു കെണിയിൽ വീഴാതെ ഈ സന്ദേശം എങ്ങനെയാണ് ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പല സ്ഥാപനങ്ങളും ഒന്നുകിൽ ഭൂതകാലത്തിന്റെ ഒരു തടവറയിലായിരിക്കും, അല്ലെങ്കിൽ ചരിത്രത്തെ മുഴുവനായിട്ട് മറന്നുകൊണ്ട് ഭാവിയെക്കുറിച്ച് മാത്രം സംസാരിക്കും. ഇവിടെയാണ് ഈ സന്ദേശത്തിന്റെ ഒരു ഭംഗി. ഇതിനെ നമുക്ക് ഒരു വേരുകളും ചിറകുകളും എന്ന ആശയവുമായിട്ട് ബന്ധിപ്പിക്കാം. വേരുകളും ചിറകുകളും. അതെ, ഈ 50-ാം വാർഷികാഘോഷം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ വേരുകളെയാണ് ബലപ്പെടുത്തുന്നത്. അത് അതിന്റെ ചരിത്രമാണ്, പാരമ്പര്യമാണ്, സ്ഥാപകർ നൽകിയ മൂല്യങ്ങളാണ്. ആ വേരുകളാണ് ഏത് കാറ്റിലും അതിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോ പുതിയ കെട്ടിടമോ? അത് ചിറകുകളാണോ? അതെ, പുതിയ കെട്ടിടം ഭാവിക്കു വേണ്ടിയുള്ള ചിറകുകളാണ്. പുതിയ തലമുറയ്ക്ക് പറന്നുയരാനുള്ള അവസരങ്ങളാണ്. വേരുകൾ ഭൂതകാലത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ചിറകുകൾ പുതിയ ആകാശങ്ങളിലേക്ക് കുതിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ സന്ദേശം ഈ രണ്ട് കാര്യങ്ങളെയും ഒരേ പ്രാധാന്യത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിയാം, എവിടേക്ക് പോകണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട് എന്ന് പറയാതെ പറയുകയാണിവിടെ. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഭൂതകാലത്തിന്റെ ഭാരമാവുന്നില്ല, മറിച്ച് ഭാവിക്കുള്ള ഒരു ഊർജമായി മാറുന്നു. നിങ്ങൾ ആ വേരുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ വേരുകൾക്ക് എത്രത്തോളം ആഴമുണ്ട് എന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഈ യാത്രയുടെ തുടക്കത്തെക്കുറിച്ച്, ആ ആദ്യത്തെ വിത്തിനെക്കുറിച്ച് ഈ കുറിപ്പിൽ എന്ത് സൂചനകളാണ് നൽകുന്നത്? 1975-ൽ മന്ത്രി ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബ് ആദ്യ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഹമദാനിയ സംഘം എന്നൊരു കൂട്ടായ്മ ഇതിന് തറക്കല്ലിട്ടു എന്നും കാണുന്നു. അവിടെയാണ് ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ അടിത്തറ. സാമൂഹ്യശാസ്ത്രത്തിലൊരു ഫൗണ്ടിംഗ് നെറേറ്റീവ് അഥവാ സ്ഥാപക ആഖ്യാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഏതൊരു മികച്ച സ്ഥാപനത്തിനും ശക്തമായൊരു സ്ഥാപക ആഖ്യാനം ഉണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ, എന്തിന്, ആർക്കുവേണ്ടി, ഏതൊരു സാഹചര്യത്തിൽ ഈ സ്ഥാപനം തുടങ്ങി എന്നതിൻ്റെ ഒരു കഥയാണ്. അത് വളരെ ലളിതമായിരിക്കും, പക്ഷേ ശക്തമായിരിക്കും. ഇവിടെ ആ സ്ഥാപക ആഖ്യാനം ഒറ്റവാചകത്തിൽ നൽകിയിട്ടുണ്ട്. തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചുയരാൻ മികച്ചൊരു വിദ്യാലയം. ആ ഒരൊറ്റ വാചകത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ടോ? തീർച്ചയായും. അതിലെ ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. വെറുമൊരു വിദ്യാലയം എന്നല്ല, മികച്ചൊരു വിദ്യാലയമെന്നാണ്. ആർക്കുവേണ്ടി? തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക്. ഒരുപക്ഷെ ഒരുപാട് സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥകൾ നേരിടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയുള്ളതായിരുന്നു ആ സ്വപ്നം. ഇത് ആ സ്ഥാപനത്തിനൊരു ധാർമ്മികമായ ലക്ഷ്യം നൽകുന്നു. അതോടൊപ്പം ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന വാചകം കൂടി ചേരുമ്പോൾ ആ ആഖ്യാനം പൂർണ്ണമാവുകയാണ്. ശരിയാണ്. ഒരു വലിയ ലക്ഷ്യം, അതിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, ഇതാണ് ഏതൊരു തലമുറയും പ്രചോദിപ്പിക്കുന്ന കഥ. ഇത് ആ സ്കൂളിന്റെ ഒരു ഒരു സൂപ്പർ ഹീറോ ഒറിജിൻ സ്റ്റോറി പോലെയാണ്. അത് വളരെ രസകരമായൊരു താരതമ്യമാണത്. അപ്പോൾ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് തങ്ങൾ എത്തുന്നുണ്ടോ എന്ന് അവരെങ്ങനെയാണ് അളക്കുന്നത്? ഇവിടെയാണ് ഈ കുറിപ്പിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഭാഗം വരുന്നത്.
കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലുമൊക്കെ അവിടുത്തെ കൊച്ചുമിടുക്കന്മാർ സമ്മാനങ്ങൾ നേടുന്നതിനെക്കുറിച്ച് മാനേജർ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ കുട്ടികൾ സമ്മാനങ്ങൾ നേടുമ്പോൾ സ്ഥാപകരുടെ സ്വപ്നങ്ങളാണ് പൂവണിയുന്നതെന്നാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു കാവ്യാത്മകമായ പ്രയോഗമായി തോന്നാം, അല്ലേ? പക്ഷെ അതിലൊരു വലിയ സംഘടനാ തത്വമില്ലേ? തീർച്ചയായുമുണ്ട്. നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വിജയത്തെ നിർവചിക്കുന്നതിലെ ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. സാധാരണഗതിയിൽ വിജയം എങ്ങനെയാണ് അളക്കുക? റാങ്കുകളുടെ എണ്ണം, വിജയശതമാനം, അല്ലെങ്കിൽ കിട്ടിയ ട്രോഫികളുടെ എണ്ണം. അതെ. അതൊക്കെ വെറും സംഖ്യകളാണ്. പക്ഷെ ഇവിടെ ഇന്നത്തെ ഒരു കുട്ടിയുടെ വിജയത്തെ അരനൂറ്റാണ്ട് മുൻപുള്ള സ്ഥാപകരുടെ ആ ആദ്യത്തെ സ്വപ്നവുമായി, ആ ഫൗണ്ടിംഗ് നെറേറ്റീവുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയാണ്. അതായത് ഓരോ സമ്മാനവും ആ പഴയകാല ദൗത്യം പൂർത്തിയാകുന്നു എന്നതിന്റെ തെളിവായി മാറുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ വിജയം കേവലം അവന്റെയോ അവന്റെ കുടുംബത്തിന്റെയോ മാത്രം വിജയമല്ലാതായി മാറുന്നു. അത് ആ സ്ഥാപനത്തിന്റെ, ആ സമൂഹത്തിന്റെ മുഴുവൻ വിജയമായി മാറുന്നു. അലമാരയിൽ വെക്കുന്ന ഒരു ട്രോഫി എന്നതിലുപരി അതൊരു ചരിത്രപരമായ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രതീകമാകുന്നു. ഇതാ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വലിയൊരു അർത്ഥം നൽകുന്നു. പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ എന്നെടുത്തു പറയുന്നതിലൂടെ വിദ്യാഭ്യാസം എന്നത് മാർക്ക് വാങ്ങൽ മാത്രമല്ല, ഒരു കുട്ടിയുടെ സമഗ്രമായ വികാസമാണെന്ന കാഴ്ചപ്പാടും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരിയാണ്. ഈ 50 വർഷത്തെ യാത്രയിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. നിലവിലെ മാനേജർ അബ്ദുൽ കരീം ഹാജി മുൻകാല സാരഥികളെ പേരെടുത്തോർക്കുന്നുണ്ട്. ആദ്യ മാനേജറായിരുന്ന അടിമകുഞ്ഞ് ഹാജി മുതൽ PA അബ്ദുറഹ്മാൻ സാഹിബ് വരെയുള്ളവരുടെ പേരുകൾ. ഇന്നത്തെ ഈ തിരക്കിട്ട ലോകത്ത് മുൻപുണ്ടായിരുന്നവരെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്, അല്ലേ? ഇവിടെ ഈ പേരുകൾ എടുത്തു പറയുന്നതിന് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുണ്ടോ? ഉണ്ട്. ഇതിന് സ്ഥാപനപരമായ ഓർമ്മ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി എന്ന് പറയാം. സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ആശയങ്ങൾ മാത്രമല്ല, മനുഷ്യരാണ് എന്നംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണിത്. ശരിയാണ്. ഓരോ പേരും ആ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഓരോ അധ്യായമാണ്. ഇതൊരു റിലേ ഓട്ടം പോലെയാണ്. ആദ്യത്തെയാൾ തുടങ്ങിയ ഓട്ടം അടുത്തയാൾക്ക് ബാറ്റൺ കൈമാറുന്നു, അയാൾ അടുത്തയാൾക്ക്. ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് ഈ ഓട്ടം 50 വർഷം പിന്നിട്ടത്. ആ പരമ്പരയെ ആദരിക്കുക എന്നത് നിലവിലെ തലമുറയുടെ കടമയാണ്. അത് ശരിയാണ്. അതോടൊപ്പം മാനേജർമാരെ മാത്രമല്ല, പൂർവ്വ അധ്യാപകരെയും അഭ്യുതകാംക്ഷികളെയും അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. അതാണ് ഈ ചിത്രത്തെ പൂർണ്ണമാക്കുന്നത്. നേതൃത്വം മുകളിൽ മാത്രമല്ല, എല്ലാ തലത്തിലുമുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ക്ലാസ് മുറികളിൽ ആ ദൗത്യം പ്രാവർത്തികമാക്കിയ അധ്യാപകർ, പുറത്തുനിന്ന് ധനസഹായമായും പ്രോത്സാഹനമായും പിന്തുണ നൽകിയ അഭ്യുതകാംക്ഷികൾ, ഇവരെല്ലാം ചേർന്ന ഒരു ഇക്കോസിസ്റ്റമാണ് ഈ സ്ഥാപനത്തെ വളർത്തിയത്. അതുകൊണ്ടാണ് സന്ദേശത്തിന്റെ അവസാനം ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ കൂടി ഫലമാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ഇതാ സ്ഥാപനത്തിന് പിന്നിലെ സാമൂഹികമായ കെട്ടുറപ്പിന്റെ, ആഴത്തിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. ഇത് കേവലം ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മാത്രം വിജയമല്ല, ഒരു സമൂഹം ഒന്നടങ്കം തോളിലേറ്റിയ ഒരു സ്വപ്നത്തിന്റെ വിജയമാണ്. അപ്പോൾ ഭൂതകാലത്തിലെ വേരുകളെ ബഹുമാനിച്ചു, വർത്തമാനത്തിലെ നേട്ടങ്ങളെ ആഘോഷിച്ചു, ഇനി മുന്നോട്ട്, നാം മുന്നോട്ട് എന്ന തലക്കെട്ടോടെ ഒരുമിച്ച് മുന്നേറാനുള്ള ആഹ്വാനത്തോടെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. അതിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ സമൂലമായ വളർച്ചയ്ക്കായി നമുക്കൊരുമിച്ച് മുന്നേറാം എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് ഈ വളർച്ചയും സമൂലമായ വളർച്ചയും തമ്മിലുള്ള വ്യത്യാസം? ഇതൊരു സാധാരണ വാക്ക് മാത്രമാണോ, അതോ അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടോ? അതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. വളർച്ച എന്ന് മാത്രം പറഞ്ഞാൽ അത് പലപ്പോഴും അളവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നായി വ്യാഖ്യാനിക്കാം. കൂടുതൽ കുട്ടികൾ, കൂടുതൽ വലിയ കെട്ടിടങ്ങൾ, അതെ, കൂടുതൽ ബസ്സുകൾ, അതൊക്കെ വളർച്ചയുടെ സൂചകങ്ങൾ തന്നെയാണ്, ഇല്ലെന്നല്ല. എന്നാൽ സമൂലം എന്ന വാക്ക് അതിനെ ഗുണപരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. മൂലം എന്നാൽ വേര് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ സമൂലമായ വളർച്ച എന്നാൽ വേരുകളിൽ നിന്നു തന്നെയുള്ള അടിസ്ഥാനപരമായ ആഴത്തിലുള്ള പുരോഗതിയാണ്. ഒരു ഉദാഹരണം പറയാമോ? പഠനത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് പോലെയോ? അതെ, പഠനത്തിന്റെ ഗുണനിലവാരം, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അവർക്ക് നൽകുന്ന മൂല്യങ്ങൾ, സമൂഹത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട്, അധ്യാപകരുടെ നിലവാരം, ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആത്മാവിനെ തന്നെ സ്പർശിക്കുന്ന മാറ്റങ്ങളെയാണ് സമൂലമായ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറമോടിയിലല്ല,
അകക്കാമ്പിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു. നമുക്കൊരുമിച്ച് മുന്നേറാം എന്ന് പറയുന്നതിലൂടെ ഈ ഉത്തരവാദിത്തം മാനേജ്മെന്റിന് മാത്രമല്ല, രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശരിയാണ്. ഈ യാത്രയിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന ശക്തമായ സന്ദേശമാണത്. അപ്പോൾ ഈ ചെറിയ കുറിപ്പ് നമ്മൾ വിശദമായി പരിശോധിച്ചപ്പോൾ തീരദേശത്തെ കുട്ടികൾക്കായി തുടങ്ങിയ ഒരു എളിയ സ്വപ്നം 50 വർഷങ്ങൾക്കിപ്പുറം ഒരു സമൂഹത്തിന്റെ ആകെ അഭിമാനമായി മാറിയതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിച്ചു. സ്ഥാപകരുടെ ആ ആദ്യത്തെ ആഖ്യാനത്തെ ഒരു ദീപശിഖ പോലെ നിലനിർത്തുന്നതും ഇന്നത്തെ ഓരോ ചെറിയ വിജയത്തെയും ആ വലിയ സ്വപ്നവുമായി ബന്ധിപ്പിച്ച് അർത്ഥപൂർണമാക്കുന്നതുമായ ഒരു ലീഡർഷിപ്പ് ശൈലിയാണ് നമ്മളിവിടെ കണ്ടത്. തീർച്ചയായും ഇതൊരു ആഘോഷക്കുറിപ്പ് എന്നതിലുപരി ഒരു സ്ഥാപനത്തെ എങ്ങനെ തലമുറകളിലൂടെ കെട്ടിപ്പടുത്താം എന്നതിന്റെ ഒരു കൈപ്പുസ്തകം കൂടിയാണ്. ഭൂതകാലത്തെ ഓർക്കുന്നത്, അതായത് ആ ആദ്യത്തെ കാഴ്ചപ്പാട്, നേരിട്ട പ്രതിസന്ധികൾ, സ്ഥാപനത്തെ നയിച്ച വ്യക്തികൾ, ഇതൊന്നും വെറുമൊരു ചടങ്ങല്ല. അത് ഭാവിക്കു വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് എങ്ങനെ ഇന്ധനമായി മാറുമെന്ന് ഈ രേഖ നമുക്ക് കാണിച്ചു തരുന്നു. ഇത് നമ്മുടെയെല്ലാം കുടുംബങ്ങൾ പോലെയാണ്. മുത്തശ്ശൻ നേരിട്ട കഷ്ടപ്പാടുകളെക്കുറിച്ച് അച്ഛൻ നമ്മളോട് പറയുന്നത് കേവലം ഒരു പഴയ കഥ പറയാനല്ല. ശരിയാണ്. നമുക്കിന്ന് കിട്ടിയ സൗകര്യങ്ങളുടെ വില മനസ്സിലാക്കാനും ആ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം നൽകാനുമാണ്. വളരെ ശരിയാണ്. ആ ഒരു താരതമ്യം ഇതിനെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തർക്കും സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തെക്കുറിച്ചോ സംഘടനയെക്കുറിച്ചോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചോ ഒന്ന് ചിന്തിക്കുക. അതിന്റെ സ്ഥാപക ആഖ്യാനം എന്താണ്? എന്തിനു വേണ്ടിയാണ് അത് തുടങ്ങിയത്? ആ കഥ അവിടെയുള്ളവർക്ക് എത്രത്തോളം അറിയാം? അത് പഴയ ഫയലുകളിലോ ചുവരിലെ ചിത്രങ്ങളിലോ ഒതുങ്ങിപ്പോവുകയാണോ? അതോ ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പ്രചോദനമായി ആ കഥ സജീവമായി നിലനിൽക്കുന്നുണ്ടോ? കാരണം ഈ കുറിപ്പ് തെളിയിക്കുന്നതുപോലെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നറിയുന്നത് ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകാനല്ല, മുന്നോട്ടുള്ള യാത്രയുടെ വഴി കണ്ടെത്താനുള്ള ഊർജം നേടാനാണ്.